ആൻഡ് വെൽക്കം ബാക്ക് ടു മലവാമിങ്കിൽ. ഞാൻ ഹനാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ഉത്തരമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് മേക്കപ്പ് ഗ്രേ ആവുന്നു, ആഷി ആവുന്നു, അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്, മേക്കപ്പ് ചെയ്തിട്ട് അത് കവർ ചെയ്യാൻ പറ്റുന്നില്ല, ഫൗണ്ടേഷൻ ഇട്ടിട്ട് അത് ശരിയാവുന്നില്ല എന്നൊക്കെ പറയുന്ന പല മെസ്സേജസും പല കമന്റ്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കുള്ളതാണ് ഈ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടല്ലോ, ബേസിക്കലി കളർ കറക്റ്റിംഗ് എന്താണ്, ആർക്കാണ്, എങ്ങനെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സോ നമുക്ക് അധികം സംസാരിക്കേണ്ട ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കളർ കറക്റ്റിംഗ്? നമ്മുടെ സ്കിന്നിൽ ഉള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരം കളർ ബേസ്ഡ് ഇഷ്യൂസ് ലൈക്ക് ഡാർക്ക് സ്പോട്ട്സോ ഹൈപ്പർ പിഗ്മെന്റേഷനോ അതോ റെഡ്നെസ്സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ കറക്റ്റിംഗ് ചെയ്യുന്നത്. ഇനി കളർ കറക്റ്റിംഗ് എല്ലാവർക്കും ആവശ്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ഒരു ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന കളർ കറക്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതല്ല, നിങ്ങൾക്ക് നിങ്ങളെ കൺസീലറോ ഫൗണ്ടേഷനോ മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും കളർ കറക്റ്റിങ്ങിന്റെ ആവശ്യം ഇല്ല. കളർ കറക്റ്റിംഗ് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന്റെ ബേസിസ് ആണ്. ആൻഡ് കളർ കറക്റ്റിങ്ങിന്റെ ഒരു ബേസിക് ആയിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, അതിന്റെ ഒരു തിയറി വരുന്നത് ഈ കളർ വീൽ വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങളെ മുന്നിൽ ഇപ്പൊ കാണുന്നതാണ് കളർ വീൽ. ഒരുപാട് കളേഴ്സ് കാണുന്നുണ്ടല്ലോ. ഈ കളർ വീലിലുള്ള ഓപ്പോസിറ്റ് കളേഴ്സിനെ നമ്മൾ പറയുന്നതാണ് കോംപ്ലിമെന്ററി കളേഴ്സ്, വിച്ച് മീൻസ് ഇതിലുള്ള ഓപ്പോസിറ്റ് കളേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് ബ്ലൂ കാണാം. ബ്ലൂ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഓറഞ്ച് യൂസ് ചെയ്യണം. റെഡ് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഗ്രീൻ യൂസ് ചെയ്യണം. അങ്ങനെയാണ് എല്ലാ കളേഴ്സും വരുന്നത്. ഇനി എനിക്കറിയാം ഇതിപ്പോൾ സൗണ്ട് ചെയ്യാൻ ഭയങ്കര ഒരു സയന്റിഫിക് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക്സ് ഒന്ന് പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ വേർഡ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ മോസ്റ്റ്ലി നമ്മൾ കാണുന്ന പ്രോബ്ലം അല്ലെങ്കിൽ കളർ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഈസ് റെഡ്നെസ്. അപ്പം റെഡ്നെസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ഒരു ഗ്രീൻ കറക്റ്ററാണ്. പിന്നെ ഉള്ളത് ബ്ലൂ. അപ്പം നിങ്ങൾ ചോദിക്കും നമ്മളെ സ്കിന്നിൽ എവിടെയാണ് ബ്ലൂ? നമ്മുടെ സ്കിന്നിൽ ബ്ലൂ ഉണ്ട്. നമ്മളെ അണ്ടർ ഐസ് ഏരിയ ബേസിക്കലി നമ്മളൊന്ന് ഇങ്ങനെ ആക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിലൊരു ബ്ലൂ അണ്ടർ ടോൺ ആണ് വരുന്നത്. അപ്പം ആ ബ്ലൂ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അധികം ലൈക്ക് മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ അണ്ടർ ഐസിൽ യൂസ് ചെയ്യാൻ ഓറഞ്ച് ആണ്, വിച്ച് മീൻസ് ബ്ലൂ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഓറഞ്ച് യൂസ് ചെയ്യണം. റെഡ് പറഞ്ഞു, റെഡ് കറക്റ്റ് ചെയ്യാൻ ഗ്രീൻ യൂസ് ചെയ്യണം. ഇനി നമ്മുടെ സ്കിന്നിൽ യെല്ലോ ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക്, അധികം ഡസ്കി സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് സ്കിന്നിൽ യെല്ലോയിഷ്നെസ് ഉണ്ടാവും. അപ്പോൾ ആ യെല്ലോ കറക്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലാവൻഡർ കളർ. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ എവിടെയെങ്കിലും ഹൈലൈറ്റ് ചെയ്യണം, ഫോർ എക്സാമ്പിൾ നമ്മൾ ടീ സോൺ അല്ലെങ്കിൽ ചീക്സിന്റെ ഈ ഒരു ഏരിയ ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു യെല്ലോ കറക്റ്റർ യൂസ് ചെയ്തിട്ട് അത് ചെയ്യാം. ലൈക്ക് ഫൗണ്ടേഷൻ അണ്ടറിൽ ഒരു യെല്ലോ കറക്റ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്പെസിഫിക് ഏരിയ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ കളർ കറക്റ്റിങ്ങിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്ന, കളർ കറക്റ്റിംഗ് എല്ലാവർക്കും ആവശ്യമില്ല. ലൈക്ക് പേഴ്സണലി ഞാൻ കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. ആൻഡ് ഇതിന് മുന്നേയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ കൺസീലർ ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഈവൻ എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ അത് മാക്സിമം കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യാണ്ട് ജസ്റ്റ് കൺസീലർ വെച്ച് തന്നെ ഹൈഡ് ചെയ്യും. കാരണം എനിക്ക് അത്രയും എന്താ പറയുക, ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നത് താല്പര്യം. ആൻഡ് ഓൾസോ നമ്മൾ കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബേസിൽ നമ്മൾ മറ്റൊരു ലെയർ ഓഫ് പ്രോഡക്റ്റ് കൂടി അപ്ലൈ ചെയ്യുകയാണ്. സോ ഒബ്വിയസ്ലി ഒരു ചെറിയൊരു കേക്കിനെസ് ഒന്നും ഞാൻ പറയില്ല, പക്ഷേ നമുക്ക് നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്യും ഓക്കെ ദർ ആർ മെനി ലെയേഴ്സ് ഓൺ ആ ഫേസ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. പക്ഷേ ഹൈപ്പർ പിഗ്മെന്റേഷനോ റെഡ്നെസ്സോ അങ്ങനെ സ്കിൻ കൺസേൺസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഐ വുഡ് ഹൈലി സജസ്റ്റ് നിങ്ങൾ കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഇന്ന് എൻ്റെ കയ്യിലുള്ള ഒരു കളർ കറക്റ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ എല്ലാ കളേഴ്സും ഉണ്ട്, ഞാനിപ്പം പറഞ്ഞ എല്ലാ കളേഴ്സും ഉണ്ട്. അതുകൂടാണ്ട് വേറെ 2 കളേഴ്സ് ഉണ്ട്. ഇറ്റ്സ് എ ഡാർക്ക് ബ്രൗൺ ആൻഡ് ലൈറ്റ് ബ്രൗൺ. ഇത് ബേസിക്കലി കോൺടോറിങ് ആൻഡ് ബ്രോൺസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാണ്. ഞാൻ കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഇതൊരു പുതിയ കളർ കറക്റ്ററാണ്. ആൻഡ് ഇറ്റ്സ് വെരി അഫോർഡബിൾ. ഞാൻ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. ഡോണ്ട് വറി, ഞാൻ എൻ്റെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് ഫുൾ ഡെമോൺസ്ട്രേഷൻ നമുക്കിപ്പോൾ കാണാം. ഓക്കെ, സോ നമുക്ക് ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കാം. സോ വൺസ് അഗൈൻ, ഇതാണ് എൻ്റെ വെയർ സ്കിൻ. ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കളർ കറക്റ്റർ എന്ന് പറയുന്നത് ഇസ് ഫ്രം ഇൻസൈഡ് കോസ്മെറ്റിക്സ്. ദിസ് ഈസ് വെരി ബിഗിനർ ഫ്രണ്ട്ലി, കാരണം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കളേഴ്സും ഉണ്ട്. ആൻഡ് ദിസ് ഇസ് വെരി അഫോർഡബിൾ ബൈ ദ വേ. ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, എൻ്റെ സ്കിൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ അത്യാവശ്യം സ്പോട്ട്സും പിന്നെ റെഡ്നെസ് ഒക്കെ ഇന്ന് എൻ്റെ സ്കിന്നിനുണ്ട്. അപ്പം വാട്ട് ബെറ്റർ ടൈം അല്ലേ. അപ്പം ഇതിൽ ആസ് യു കെൻ സി 1 2 3 4 5 6 ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇത് രണ്ടും ബ്രോൺസിങ് ആൻഡ് കോൺടോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ബട്ട് അണ്ടർ ഐസിന് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഓറഞ്ച് ഷെയ്ഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓറഞ്ച് ബേസിക്കലി അണ്ടർ ഐസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്.
ആൻഡ് ഓൾസോ കളർ കറക്റ്റേഴ്സ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇസ് ദാറ്റ് വളരെ വളരെ കുറച്ചെടുക്കുക. കാരണം ഇത് കൂടിപ്പോയാൽ നമ്മൾ ഇതിന് മേലെ ഇടുന്ന കൺസീലർ എന്ന് പറയുന്നത് ഭയങ്കര ഓറഞ്ച് ഷെയ്ഡ് കാണും. ആൻഡ് അണ്ടർ ഐസിൻ്റെ കേസിൽ മാത്രം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ, ലൈക്ക് ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ യു വിൽ നീഡ് ഒരു പീച്ച് കളർ കറക്റ്റർ. ഓക്കെ, ഇനി അതല്ല നിങ്ങളൊരു മീഡിയം സ്കിൻ ടോൺ, ഇപ്പോൾ എൻ്റെയൊക്കെ സ്കിൻ ടോൺ ഒരു ന്യൂട്രൽ അണ്ടർടോണൊക്കെ വരുന്നൊരു സ്കിൻ ടോൺ പോലത്തെ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഓറഞ്ച് കറക്റ്റർ ആയിരിക്കും വേണ്ടി വരിക, ലൈക്ക് ദ വൺ ഐ എം യൂസിങ് റൈറ്റ് നൗ. ഇനി അതല്ല നിങ്ങൾ ഡീപ്പ് സ്കിൻ ടോൺ, ഡീപ്പ് ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങളൊരു റെഡ് കളർ കറക്റ്റർ ആയിരിക്കും അണ്ടർ ഐസിന് വേണ്ടി യൂസ് ചെയ്യേണ്ടി വരിക. ഞാൻ ഇത്രേ യൂസ് ചെയ്യുന്നുള്ളൂ, ലൈക്ക് വളരെ കുറച്ചെടുക്കുക, എന്നിട്ട് അത് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് പണി കിട്ടും, അന്നേരം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ അണ്ടർ ഐസ് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കിന്നിന് ഇന്ന് അത്യാവശ്യം ഇവിടെ ഒരു ചെറിയ റെഡ്നെസ് കാണാം, ആൻഡ് ഇവിടെയും കുറച്ച് റെഡ്നെസ് ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും റെഡ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്രീനാണ്. ഓൾസോ ഇവിടെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് കൊണ്ട് അതും ഞാൻ ഓറഞ്ച് വെച്ചിട്ട് തന്നെ കറക്റ്റ് ചെയ്യുന്നു. ബിക്കോസ് അവിടെയും ഉള്ളത് ഒരു ഡാർക്ക് ബ്രൗൺ ടോണാണ്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ടു മച്ച്. ഓക്കെ, കുറച്ച് കൂടുതൽ. പിന്നെ ഡ്രാഗ് ചെയ്യാതിരിക്കുക. ലൈക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ സ്പോട്ടാണ് ഹൈഡ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ മാത്രം അപ്ലൈ ചെയ്യുക, അല്ലാതെ ഫേസ് ഫുള്ള് ഡ്രാഗ് ചെയ്യരുത്. പിന്നീട് പണി കിട്ടും. നമ്മൾ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറോ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നല്ല പണി കിട്ടും. ഓക്കെ, കാരണം നമ്മളെ കൺസീലറിന് അത് ചിലപ്പം ഹൈഡ് ചെയ്യാൻ പറ്റില്ല, നല്ല ഡാർക്ക് ടോൺ ആണല്ലോ. സോ അതും ഓൾവേസ് ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഇനി ബ്രഷ് വേണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ കൺസീലർ വെച്ച് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട്സ് ആണെങ്കിൽ കളർ കറക്റ്റിങ്ങിൻ്റെ ആവശ്യം ഇല്ല. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ്, ഈ ഒരു വീഡിയോൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ്. സോ ബി വെയർ ഓഫ് ദാറ്റ്. ഞാനിപ്പം നല്ല സ്പോട്ടിലുള്ളൊരു ടൈം ആയതുകൊണ്ട് ഞാൻ ഈ ടൈമിൽ തന്നെ വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. ആൻഡ് ഐ നോ വിത്തിൻ ഒരു കുറച്ച് ദിവസം കൊണ്ട് ഈ സ്പോട്ട് പോകും, അപ്പോൾ എനിക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യം വരില്ല. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഗ്രീന് വെച്ചിട്ട് ഈ ഗ്രീൻ കളർ എടുത്തിട്ട് എൻ്റെ റെഡ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്ന സ്പോട്ട്സിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്യാം. വേറെ എവിടെയാ? ആസ് യു കെൻ സി, ഞാൻ ഇവിടെ മാത്രമേ അതിനൊന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്യുന്നുള്ളൂ. ഞാനതിന് പുറത്തേക്ക് ഡ്രാഗ് ചെയ്യുന്നില്ല, അതിനെ മാക്സിമം പാറ്റ് ഡൗണാണ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും പാറ്റ് ചെയ്യുക, അല്ലാതെ ഡ്രാഗ് ചെയ്തിട്ട് ഫേസ് ഫുൾ ആക്കാതിരിക്കുക. ഇത് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ഒരു ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട്. പിന്നെ ഇവിടെയുണ്ട് ഒരു റെഡ്നെസ്, നമുക്ക് അതും കൂടി ഒന്ന് കവർ ചെയ്യാം. നമ്മുടെ ഫേസിൽ നമ്മളിപ്പം ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ അധികം പേരും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ട് അവരുടെ ടീ സോൺ, ഈ ഒരു ടീ സോൺ ആണ്, ഇവൻ ചിൻ ഏരിയ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സ്പോട്ടിൽ നിങ്ങൾക്ക് ഈ യെല്ലോ യൂസ് ചെയ്യാം. ആൻഡ് യെല്ലോ കളർ ടോൺ ഉള്ള ഏരിയാസ് നിങ്ങൾക്ക് ഈ ലാവൻഡർ വെച്ച് കറക്റ്റ് ചെയ്യാം. എനിക്കത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാത്തത്. സോ നിങ്ങൾക്ക് അതിനുള്ള സ്കിൻ ആണെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് വൺ ഔട്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇങ്ങനൊരു പാലറ്റ് ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്കൊരു ഓറഞ്ച്, ഇപ്പം അണ്ടർ ഐസ് മാത്രം ഇഷ്യൂ എങ്കിൽ നിങ്ങൾക്കൊരു ഓറഞ്ച് കളർ കൺസീലർ തന്നെ വാങ്ങാവുന്നതാണ്. അതും വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഒരു ഓറഞ്ച് ലിപ്സ്റ്റിക്കോ ഓറഞ്ച് കൺസീലറോ മറ്റായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. ഞാൻ പഠിക്കാൻ വേണ്ടി ഞാൻ ആദ്യം അത് വെച്ചിട്ട് ട്രൈ ചെയ്തത്. ആൻഡ് അപ്പോഴാണ് എനിക്ക് ആക്ച്വലി കളർ കറക്റ്റിങ് എത്രത്തോളം വർക്ക് ആവുന്നുള്ളത് മനസ്സിലായത്. ഞാൻ ഇവിടെ നോക്കി സംസാരിക്കാൻ എനിക്ക് ഇവിടെ മിററുകളുണ്ട് കേട്ടോ. ഓക്കെ, സോ എല്ലായിടത്തും ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൺസീലർ വെച്ചിട്ട് എത്രത്തോളം ഹൈഡ് ആവുമെന്ന് നോക്കാം. എൻ്റെ ഈ സ്പോട്ട് ഹൈഡ് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കൺസീലർ എന്ന് പറയുന്നത് ലോറിയാൽ ഇൻഫാലിബിൾ. പലരും എന്നോട് ഷെയ്ഡ് ചോദിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇസ് 314 പേജ്. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ സ്കിൻ ടോണിന് മാക്സിമം ലൈക്ക് ഒരു 96% മാച്ച് വരുന്ന ഒരു കൺസീലറാണ്. നിങ്ങൾക്ക് പ്രോപ്പർ നിങ്ങളുടെ സ്കിൻ ടോണിന് മാച്ച് ആവുന്നത് യൂസ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ഒരു ഹൈലൈറ്റ് ഫീൽ വരണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ അണ്ടർ ഐസ് പലർക്കും കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ട് കാണിക്കാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ലൈറ്റർ ഷെയ്ഡ് ഓഫ് കൺസീലർ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ കളർ കറക്റ്ററിൻ്റെ മേലെ ഐ വുഡ് ഓൾവേസ് പ്രിഫർ സെയിം സ്കിൻ ടോണിലുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ആൻഡ് എപ്പോഴും ലെസ് ഈസ് മോർ. സോ
ഞാൻ എവിടെയൊക്കെയാണോ ഹൈഡ് ചെയ്യാൻ നോക്കിയത് അവിടെയൊക്കെ ഞാൻ കുറച്ച് കൺസീലർ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ബ്ലെൻഡ് ഔട്ട് ചെയ്യും. ആസ് ഓൾവേസ് ഞാൻ ആദ്യം കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യാണ്. എന്നിട്ട് ഐ വിൽ യൂസ് എ ബ്ലെൻഡർ. ബ്ലെൻഡർ കയ്യിലുണ്ട്, ഇതിപ്പോൾ യൂസ് ചെയ്യും. വെയിറ്റ്. ഐ ഫീൽ ലൈക്ക് കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കവറേജ് കിട്ടും. ഓക്കെ, ഇത് എത്ര പേർക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്തിരുന്ന നേരം നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ ഒരു 50% ഓഫ് ദ പ്രോഡക്റ്റ് ഈ ബ്യൂട്ടി ബ്ലെൻഡറിന് സക്ക് ചെയ്യും. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യാന്ന് വെച്ചാൽ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എക്സസ് പ്രോഡക്റ്റ് ഞാൻ ബ്ലെൻഡറിൽ ഇങ്ങ് എടുക്കും. സോ കൺസീലർ ഇസ് ഡൺ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണാം എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം നല്ല വൃത്തിക്ക് എന്താ പറയുക സ്പോട്ട്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടുത്തെ സ്പോട്ടൊക്കെ നല്ലോണം കുറയും. ഇപ്പം ഞാൻ ഫൗണ്ടേഷൻ ഇടുമ്പം ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക നല്ല വൃത്തിയിൽ സ്പോട്ട്സ് ഒന്നും കാണാത്ത രീതിയിൽ കവറാം. ഞാൻ അത്ര കുറച്ച് കൺസീലർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം എനിക്ക് ഹെവി ആയിട്ട് പോകുന്നത് ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾക്ക് ഇനിയും ഒരു സെക്കൻഡ് ലെയർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ആൻഡ് സ്പെഷ്യലി എൻ്റെ അണ്ടർ ഐസ്, എൻ്റെ ഇഷ്യൂ ഇസ് ഓൺലി മൈ അണ്ടർ ഐസ്. എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. ബിക്കോസ് ഇറ്റ്സ് സ്കിൻ ആൻഡ് ഐ ലൈക്ക് ടു കീപ്പ് ഇറ്റ് റിയൽ. ആൻഡ് ഇപ്പം എൻ്റെ അണ്ടർ ഐസ് നോക്കുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫൗണ്ടേഷനും കൂടി ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പം കാണിച്ചു തരാം. ഇനി എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ഏത് ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേർക്ക് ആ റിപ്ലൈ കൊടുത്ത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇസ് 147 നാച്ചുറൽ ബേജ്. പക്ഷേ ഇതെനിക്ക് ഒരു ഷെയ്ഡ് ലൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് എൻ്റെ കയ്യിലുള്ള സ്വിസ് ബ്യൂട്ടീൻ്റെ ഷെയ്ഡ് നമ്പർ 1 ആണെന്ന് തോന്നുന്നു. ദിസ് ഇസ് ഷെയ്ഡ് നമ്പർ 1. അപ്പോൾ ഇത് വെച്ചിട്ട് മിക്സ് ചെയ്യും, എന്നിട്ടാണ് ഞാൻ അത് അപ്ലൈ ചെയ്യാറുള്ളൂ. ഓക്കെ, so let's apply our foundation. സോ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് ആൻഡ് ദിസ് ഈസ് ഹൗ മൈ ഫേസ് ലുക്സ്. ലൈക്ക് യു കെൻ സീ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനമൊക്കെ അത്യാവശ്യം നന്നായിട്ട് കവർ ആയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ഈ സ്പോട്ട് കവർ ആവുന്നത് ഒരു പൊടിക്ക് ടാസ്ക് ആണ്. ഇത് കവർ ആകുമായിരുന്നു, ഞാൻ ഇനിയും ഒരു ലെയർ ഓഫ് എന്താ പറയുക ഓറഞ്ച് കറക്റ്റ് ഒരു പൊടിക്ക് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കവർ ആയേനെ. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ, ആവശ്യത്തിന് കവർ ആയിട്ടുണ്ട്. ആൻഡ് ഇത് അതുപോലെ നിങ്ങളുടെ സ്കിന്നിൽ ചില ആൾക്കാർക്ക് ഈ ഒരു റീജിയനിൽ ഒരു ഡാർക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റീജിയൻ ഫുള്ള് ഇടണം കേട്ടോ. ഞാൻ ഇപ്പോൾ അണ്ടർ ഐസും ഈ ഡാർക്ക് സ്പോട്ട്സ് വെച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എനിക്കറിയാം, കാരണം എൻ്റെ സ്കിന്നിൽ അങ്ങനെ ഒരു യെല്ലോനെസ്സും ഇല്ല ആൻഡ് റെഡ്നെസ്സും കുറച്ച് കുറവാണ്, അറ്റ് ടൈംസ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് അതിൻ്റെ ആവശ്യം തോന്നുന്നത് അവിടെയൊക്കെ ഇടാം. ഞാൻ എൻ്റെ ഫുൾ ഫേസ് ചെയ്തിട്ട് ഇപ്പം വരാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എല്ലാം ഫേസ് ഒന്ന് ചെയ്ത് വന്നപ്പോൾ എല്ലാം സെറ്റായില്ലേ. ആദ്യം എനിക്കറിയാം ആ ഓറഞ്ച് കറക്റ്ററൊക്കെ ഇടുമ്പോൾ ഫേസിൽ എന്തോ പോലെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം സെറ്റാകും. സോ ട്രസ്റ്റ് ദ പ്രോസസ്. ചെയ്ത് തുടങ്ങുമ്പം എല്ലാം അങ്ങനെയായിരിക്കും. ബട്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. വാട്ട് ഡു യു തിങ്ക്? സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൂ, കാരണം നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ മേക്കപ്പിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ ഒരു കളർ കറക്റ്റിംഗ് മാത്രമാണ്. ആൻഡ് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് കളർ കറക്റ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഗ്രേ ആവുന്നത്, ആഷി ആവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ഞാനൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ നിങ്ങൾക്ക് ഇതിന് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ മറ്റൊരു വീഡിയോ പോലെ തന്നെ ചെയ്യാം. And yeah, hope you like this video, hope you like this look. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ പറയാം. ഒരുപാട് പേരുടെ പല സജഷൻസും എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. വിത്ത് ടൈം ഞാൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഐ എം വർക്കിംഗ് ഓൺ എവറിത്തിങ്. ഓക്കെ, അപ്പോൾ ടൈം ഇതാ, ഞാനെല്ലാം ചെയ്തു തരാം. ഓക്കെ, ആൻഡ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ യഥാശേഷ്.